ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു, ആ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ മോൾക്കൊന്ന് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വാഴയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ചെയ്തത്. വാഴയ്ക്ക കുറച്ച് മുളക് പൊടിയും പിന്നെ കോൺഫ്ലവറും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലേക്ക് ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് വന്നിട്ട് ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട തുറക്കാൻ പോണതിൻ്റെ മുമ്പ് തന്നെ ഞാനതൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കട അടച്ച് വന്ന ശേഷം അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോൾക്ക് കൊടുത്തയക്കാനുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ അടിച്ചു വാരി വിട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയിട്ട് അതുകൊണ്ട് തന്നെ അവിടെ അടിച്ചു വാരാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ മോള് സ്കൂളിൽ പോയ ശേഷം വേണം അവിടേക്കൊന്ന് ഒതുക്കി വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അപ്പോഴേക്കും അടുക്കളപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലത്തെ ഞാൻ ചോറ് നേരത്തെ വെച്ചു കേട്ടോ. പിന്നെ മോൾക്കിപ്പോൾ കൊടുത്തയക്കണത് തൈരാണ് കേട്ടോ. തൈര് ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് പിന്നെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ. അവൾ കറിയൊന്നും അധികം കൊണ്ടുപോകാറില്ല, ചാറ് ഒഴിച്ചിട്ടോ അങ്ങനെ ഒന്നും കഴിക്കില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ മാത്രമേ ചാറ് ഒഴിച്ചിട്ടൊക്കെ ചോറുണ്ണുള്ളൂ. സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അവൾക്ക് തൈരാണ് കേട്ടോ ഇഷ്ടം. ചോറിൻ്റെ കൂടെ തൈര് ഒഴിച്ച് കുഴച്ചിട്ട് ടിഫിൻ ബോക്സിലാക്കാൻ പറയും കേട്ടോ. പിന്നെ ഉപ്പേരി എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ, അതാണ് കേട്ടോ മോൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അധികം തൈര് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തൈരൊക്കെ നല്ല കട്ടിക്ക് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളിപ്പുണ്ടോയെന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ ഇടയിൽ. അപ്പോൾ ആവശ്യത്തിന് പുളിപ്പുണ്ട്, ഒരുപാട് പുളിപ്പില്ല, അങ്ങനെ ഇതുമല്ല കേട്ടോ, അങ്ങനെയായിരുന്നു. പിന്നെ ഞാനത് ചോറിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ചിട്ട് ടിഫിൻ ബോക്സിലാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, വാഴയ്ക്ക ഫ്രൈയും ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ മോൾക്ക് ടിഫിൻ ബോക്സിലേക്ക് ആക്കുന്നത്. ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് അതാണ്. അപ്പോൾ ആ പണിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കറിയായിട്ട് ഇന്നലെ ഞാൻ കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. കയ്പ്പയ്ക്ക പുളി പറയുമ്പോൾ പാലക്കാടൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പുളി ഐറ്റംസൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ പാലക്കാട്. അതിലൊരു കറിയാണ് കേട്ടോ, എന്താ പറയുക, ഇത് കയ്പ്പയ്ക്ക പുളി പറയുന്നത്. വെണ്ടയ്ക്ക പുളി പറയില്ല, അതുപോലെ കയ്പ്പയ്ക്ക പുളി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ വെച്ച കറിയില്ലേ ഇന്നേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പുളിയും കറികളൊക്കെ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കശപ്പൊന്നും അധികം അറിയില്ല കേട്ടോ. നല്ല അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ എന്താ പറയുക, കയ്പ്പയ്ക്ക് നന്നായി എണ്ണയിൽ വഴറ്റിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കശപ്പൊന്നും അറിയില്ല. അപ്പോൾ ഇന്നൊക്കെ ആകുമ്പോൾ ആ കശപ്പ് തീരെ അറിയില്ല കേട്ടോ. അങ്ങനെയാണ്, പുളിയൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് കറി വെക്കണ പരിപാടി ഇന്നില്ല കേട്ടോ. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. മോൾക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കുകയാണ്. അവൾക്ക് സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ദോശ അവൾക്ക് മാത്രം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾ നോക്കാനായിട്ട്. അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവൾ കഴിച്ച് പിന്നെ അവൾ അങ്ങനെ റെഡി ആയിക്കോളും. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം, ആ പണികളേ ഉള്ളൂ കേട്ടോ. അയൺ ചെയ്ത് വെച്ചു കേട്ടോ, നേരത്തെ തന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തു, മോളവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുക്കി വെച്ചാൽ പിന്നെ മോള് പോയ ശേഷം പിന്നെ മെല്ലെ നമുക്കത് അലക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പുറത്ത് അലക്കണതാണ്, മോളുടെ യൂണിഫോമും പിന്നെ വേറെ 2 പുതിയതുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്പോൾ അലക്കണില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മുക്കി വയ്ക്കണേ ഉള്ളൂ. പിന്നെ മോള് പോയ ശേഷം പിന്നെ ഫ്രീ ആയിട്ട് നമുക്കത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റം അടിച്ച കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. മുറ്റം പറഞ്ഞാൽ ഫ്രണ്ടിലടിച്ചു, ഇതവിടെ തൊടിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ പണിയും കൂടി കഴിഞ്ഞിട്ട് പിന്നെ
അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണികൾ ഏകദേശം എന്നൊക്കെ കഴിഞ്ഞാണല്ലോ. മോൾക്കുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ കഴിച്ച് വന്നാലേ പിന്നെ എനിക്ക് അവളുടെ മുടി കെട്ടാനുള്ള ഇതുള്ളൂ. അപ്പോഴേക്കും വെറുതെ ഇരിക്കുകയല്ലേ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ വേഗം മുറ്റൊന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മുറ്റടിച്ചു വരികയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മാവിൻ്റെ ഇലയാണ് കേട്ടോ ഇഷ്ടം പോലെ. അവിടെ മാവുണ്ട് കേട്ടോ ആ തൊടിയിൽ. അതിൽ മാങ്ങയുണ്ട് കേട്ടോ, നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കട്ടറും ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും നമുക്ക് വലിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒന്നാമത് തോട്ടിയില്ല കേട്ടോ. നല്ല തോട്ടി ഉണ്ടെങ്കിലേ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. മാങ്ങയാണെങ്കിൽ കുറച്ച് മേലെയാണ് കേട്ടോ ഇരിക്കണേ. നല്ല മാങ്ങയാണ് കേട്ടോ, എന്താ പറയുക, മൽഗോവയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പഴുത്താലില്ലേ നല്ല കൽക്കണ്ട് പോലെ ഉണ്ടാവും കേട്ടോ, തേന് പോലെ ഉണ്ടാവും. അത്രയും മധുരമാണ് കേട്ടോ. പക്ഷേ നമുക്ക് വലിച്ച് താഴെ വിടാണ്ട് വലിച്ച് നമ്മൾ പഴുപ്പിക്കാൻ വെക്കണം, അപ്പോഴേ നമുക്ക് അതങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇത്തിരി പഴുക്കുമ്പോഴേക്കും പുഴു വരും കേട്ടോ. അങ്ങനെ ഒരു മാങ്ങയാണ്. നല്ല ചട്ടി പോലെ വലുതായിരിക്കും, പക്ഷേ എവിടെയെങ്കിലും ഇത്തിരി ചതഞ്ഞ് വെച്ചോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയില്ല, ഉള്ളിൽ അങ്ങനെ പുഴുവായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മാങ്ങ നമുക്ക് കിട്ടുകയില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം അണ്ണാൻ കൊത്തിയിട്ടും കാക്കയും അതൊക്കെ കൊത്തി അങ്ങനെ വേസ്റ്റായി പോവാറാണ് കേട്ടോ പതിവ്. പിന്നെ കാറ്റത്ത് വീഴുന്നതൊക്കെ എടുത്തിട്ട് ഞാനന്ന് ഉപ്പിലിട്ടില്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. താഴെയുള്ളതൊക്കെ ആണെങ്കിൽ തോട്ടി വെച്ച് വലിച്ചെടുക്കും കേട്ടോ. പക്ഷേ ഈ മാങ്ങയാണെങ്കിൽ എല്ലാം മേലെയാണ് കേട്ടോ, വലുതൊക്കെ മേലെയാണ് നിൽക്കുക. അതാണ് ഒരു പ്രശ്നം കേട്ടോ. പിന്നെ അങ്ങനെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അത് എന്താ ചെയ്യണമെന്നറിയോ, ഒരു അനിയത്തിയുടെ ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അവളുടെ ടോപ്പ് അവൾക്ക് ടൈറ്റാണ്, അവൾക്ക് എന്താ പറയുക, ഓഫീസിൽ പോകുമ്പോൾ ഇടണതാണ്. പക്ഷെ അത് ഇത്തിരി കളറ് പോയി വെച്ചാൽ പിന്നെ അവൾ ഇടില്ല കേട്ടോ. ഇത്തിരി നരച്ച പോലെ തോന്നിയാൽ പിന്നെ ഇടില്ല കേട്ടോ. അവൾ മണപ്പുറം ഫൈനാൻസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ വെറുതെ അവിടെ ഇരിക്കില്ല, അപ്പോൾ അതൊക്കെ എനിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഓഫീസിൽ പോണതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സുകൾ എടുക്കും കേട്ടോ. അപ്പോൾ ഇത്തിരിയൊക്കെ കാണുന്നത് പുതിയതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അവൾ പറയുക പക്ഷേ ഇത്തിരി നരച്ചു എന്ന്. പിന്നെ അവൾ ഇതാ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അഴിച്ചു വിട്ടിട്ട് കുളിച്ചിട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ അത് അഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കയ്പ്പയ്ക്ക പുളി ഉണ്ട്. പിന്നെ പപ്പടം വറുത്തു കേട്ടോ, പപ്പടം വറുത്തു. അതാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയിൽ ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയിട്ടോ. പിന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് മോള് സ്കൂൾ വിട്ട് വന്ന ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത് മോള് സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ മോൾ അവിടെ ഇരുന്ന് ദോശ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ വൈകുന്നേരം ചായക്ക്. അപ്പോൾ ഭയങ്കര വിശപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ, അപ്പോൾ ഒരു തേങ്ങ തൊടിയിൽ നിന്ന് എടുത്തിട്ട് പൊതിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു തേങ്ങ, ഒരു അരമുടി തേങ്ങയും ചിരകിയിട്ട് ആ പച്ചരിയുടെ കൂടെ അരച്ച് അതിൽ കുറച്ച് ഉപ്പും മിക്സ് ചെയ്തിട്ട് നീർദോശ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര വിശപ്പ് തോന്നി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം പറഞ്ഞാൽ കടയ്ക്ക് പോകണം. അപ്പോൾ കടയ്ക്ക് പോകണം മടിയായിട്ട് ഞാൻ പിന്നെ പച്ചരിയാണെങ്കിൽ വേഗം വെള്ളത്തിൽ കുതിരുമല്ലോ, അപ്പോൾ വേഗം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു അരമണിക്കൂർ മതി കേട്ടോ. അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തേങ്ങയും കൂടി അരച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഒരു നീർദോശ ഉണ്ടാക്കില്ല അതേപോലെ, പക്ഷെ അത്ര ലൂസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പച്ചരിയൊക്കെ അരച്ചിട്ടുണ്ട്. പച്ചരിയും തേങ്ങയും കൂടി അരച്ച് വെച്ചു, അരച്ചിട്ടില്ല, അരയ്ക്കാൻ പോകണമല്ലോ കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടി അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പച്ചരിയും തേങ്ങയും കൂടി അരച്ചിട്ട് വന്നു കേട്ടോ. ആ ലൈറ്റ് ഓഫാക്കിയതും പിന്നെയും കത്തിയില്ല ബൾബ്. അതെന്താണെന്നറിയോ, കറണ്ട് പോയാൽ കത്തുന്ന ബൾബാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയിട്ട് വന്നത്. പിന്നെയും അത് ഓണായി, അത് ഇടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ, കുറച്ച് നേരം ഇനി ഓണായി കത്തിക്കൊണ്ടിരിക്കും. പിന്നെ അത് അരച്ച് വന്നിട്ട് ഞാൻ എന്താ പറയുക, ഇതിനെന്താ പറയുക, അപ്പോൾ നീർദോശ ഉണ്ടാക്കിയിട്ടോ, നീർദോശ എന്ന് തന്നെ പറയാം. നീർദോശ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടോ. പിന്നെ പാല് വന്നു, പിന്നെ ചായയൊക്കെ വെച്ചു. അപ്പോൾ ഇടയിൽ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പാല് വന്നത്. പിന്നെ ഞാനത് ഓഫാക്കി വെച്ചിട്ട് പാല് വാങ്ങിയിട്ട് വന്നു. പിന്നെ ചായ വെച്ചു. പിന്നെ രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 പിന്നെ കണ്ണം ചേച്ചിക്ക് 2. പിന്നെ മോളാണെങ്കിൽ കഴിക്കില്ല, അവൾ വേറെ ദോശ കഴിച്ചില്ല, ഇതൊന്നും അവൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇടയിൽ ഞാൻ ചായ വെച്ചതുകൊണ്ട് തന്നെ ഇടയിൽ ചായയൊക്കെ നിന്നിട്ട് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശരി നിന്നിട്ട് തന്നെ നമുക്ക് ഒരെണ്ണം കഴിക്കുകയും ചെയ്യാം, ചായയും കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ കഴിച്ചു. പിന്നെ അതാ മോൾ അവിടെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ചോക്കോസോ അവളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കാനായിട്ട് ഉമ്മത്ത് വന്നിട്ടിരുന്നു കേട്ടോ. മോള് അവിടെ ഉപ്പും മുളകും സീരിയൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ട് കുറച്ച് നേരം ചായയും കുടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോകണം, അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ചു വരണ്ട് ഉമ്മത്ത്. അപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ, കാറ്റെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കാറ്റാണ്. രാവിലെ അടിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ചപ്പും കുപ്പിയൊക്കെ ഉള്ളിലേക്ക് വരും കേട്ടോ. കുപ്പകളും പൊടിയും ആകെ പൊടിയാണ്. അപ്പോൾ 2 നേരം അടിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷം ഇനി പോയി അടിച്ചു വരണം, പിന്നെ ഷോപ്പ് അടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അകത്തൊക്കെ ഞാൻ രാവിലെ തന്നെ അടിച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം അടിച്ചു വിടാം. നിറയെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ വന്നിട്ട് മണ്ണും പൊടിയൊക്കെയാണ്. ചപ്പും കുപ്പിയൊക്കെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൽ ഷോപ്പിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ. അവിടെ വേപ്പ് മരം ഉണ്ടല്ലോ, അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വീഴുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ഇലകളും ചപ്പും കുപ്പിയൊക്കെ ഉണ്ട്. ഇപ്പോൾ മോളാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. മോള് വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട്. പിന്നെ മോൾക്ക് എക്സാം തുടങ്ങാറായിട്ടോ. മാർച്ച് 1 എക്സാം ഉണ്ടാവും. പിന്നെ ഒരു മാസം എക്സാമാണ് കേട്ടോ. 8 എക്സാമേ ഉള്ളൂ, പക്ഷേ ഇടയിൽ കുറേ ലീവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസം വരെയാണ് കേട്ടോ എക്സാം. ഒരു എക്സാം കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത്, അങ്ങനെ കുറേ ലീവ് ഉണ്ട് കേട്ടോ. സ്റ്റഡി ലീവ് കുറേ ഉണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ എക്സാം തുടങ്ങി. പിന്നെ സ്കൂളും പൂട്ടാനായല്ലോ. പിന്നെ പിന്നെ മൺഡേ വന്നിട്ട് അനിയത്ര കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. തിങ്കളാഴ്ച മാർച്ച് 4-നാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് അനിയത്തിൻ്റെയും വീട്. അപ്പം ഞായറാഴ്ച നമുക്ക് ഷോപ്പില്ല കേട്ടോ. ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച ഷോപ്പില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോവും. ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് പേരിനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ടൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 100 പേരൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച അവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോയിൽ കാണാറുള്ളതല്ലേ, കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അപ്പോൾ തിങ്കളാഴ്ച അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓസ് വെച്ച് അവിടെ ചെടികളൊക്കെ നനച്ചു കേട്ടോ. ചെടികളൊക്കെ നനച്ച് 2 നേരം നനയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ വാടി കരിഞ്ഞു പോകും. ഇവിടെ ഭയങ്കര വെയിലാണല്ലോ, പാലക്കാട് പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര വെയിലാണ്. പിന്നെ അവിടെ എല്ലാം നനച്ച് കഴിഞ്ഞ് പിന്നെ അതാ മോള് വിളക്കൊക്കെ വെച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഭസ്മൊക്കെ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് വെച്ച് തരികയാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഞാൻ ഷോപ്പ് അടയ്ക്കാൻ പോകുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കണ്ണമ്മച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഡെയിലി ചെയ്യാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരമായ ഒരു അരമണിക്കൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സസൈസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് വയ്യാട്ടോ, ഒന്ന് കുറേ പണികളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് തീരെ വയ്യാത്ത പോലെ, ഒരു ക്ഷീണം പോലെ. അപ്പോൾ ഞാനൊന്നും എക്സസൈസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ കണ്ണമ്മ ചേച്ചി മാത്രം അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് അരമണിക്കൂറേ ചെയ്യുള്ളൂ കേട്ടോ. അരമണിക്കൂർ പറഞ്ഞാൽ അരമണിക്കൂർ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ അതാളവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മോള് പിന്നെ അവിടെ അകത്തിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. എക്സാമൊക്കെ വരികയല്ലേ. പിന്നെ അതിന് ശേഷം ഞാൻ കടയടയ്ക്കാൻ പോവാണ് കേട്ടോ. 8 മണിയായിട്ട് അപ്പോൾ ഞാൻ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാത്രി നമ്മുടെ ഷോപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഷോപ്പൊക്കെ ഒന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അടച്ചിട്ട് വേണം ഇനി അകത്ത് പോയിട്ട് കുറച്ച് പണികളുണ്ട്. കുറച്ച് പണി പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ. രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ കടയൊക്കെ അടച്ച് പോയ ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണികളൊക്കെ. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു റാക്കാണ് കേട്ടോ. അതിൽ ഭരണികളാണ്. അപ്പോൾ അത് ആദ്യം അടച്ചിട്ട് ബാക്കിയുള്ളത് പിന്നെ അടയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് 2 ഷീറ്റ് ഇട്ടിട്ട് അടച്ചു വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ രാത്രി ഭയങ്കര കാറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറന്ന് തുറക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട ശേഷം കയറൊക്കെ വെച്ച് നന്നായി ചുറ്റി വരിഞ്ഞ് കെട്ടണം കേട്ടോ. എന്നിട്ട് ചുറ്റും കല്ലൊക്കെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ കാറ്റായതുകൊണ്ട് ചിലപ്പോൾ തുറന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് അടച്ചു വെക്കണം കേട്ടോ. സേഫ്റ്റി പറഞ്ഞാൽ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പം ആയിട്ടിട്ട് അടച്ചിട്ട് പിന്നെ കയറൊക്കെ വെച്ച് കെട്ടി പിന്നെ കല്ല് ചുറ്റും വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും സേഫ്റ്റി ഒന്നുമില്ല. അങ്ങനെ
അങ്ങനെ നമ്മൾ ഷോപ്പ് അടയ്ക്കണതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം കടയൊക്കെ അടച്ച് ഞാൻ മേലൊക്കെ കഴുകി വന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് തന്നെയാണ് കേട്ടോ. ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ മോൾക്ക് വന്നിട്ട് ഇഡ്ഡലി മതി പറഞ്ഞു കേട്ടോ. അപ്പം മാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതാണ് ഇന്ന്. പിന്നെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ചേച്ചിക്ക്. പിന്നെ ദോശയാണ്. പിന്നെ കാണാൻ ചേച്ചി അവിടെ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.